ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊളിസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് നമ്മുടെ മണി പ്ലാന്റ്സ്, ഐവി പ്ലാന്റ്സ്, അങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ്സുകളെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ട്രെല്ലീസ് എങ്ങനെ ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ടൊരു ട്രെല്ലീസ് എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് അതിലെങ്ങനെ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്. മണി പ്ലാന്റ്സ് ഇല്ലാത്ത വീടുകളില്ല, എല്ലാ വീടുകളിലും മണി പ്ലാന്റ്സ് ഉണ്ട്. എൻജോയ് പോത്തോസ് ആവാം, മാർബിൾ പോത്തോസ് ആവാം, മഞ്ജുള പോത്തോസ് ആവാം, അത് എന്ത് പോത്തോസും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിയോൺ പോത്തോസ്, ഏത് തരത്തിലുള്ള പോത്തോസിന് പല രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ളത്. നമ്മളിതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്തും, അതേപോലെ ഏതെങ്കിലുമൊക്കെ സപ്പോർട്ട് വെച്ച് അതിൽ ഇങ്ങനെ വളർത്തി വിടും. പിന്നെ നമുക്ക് ആർച്ചുകളൊക്കെ ഉണ്ടാക്കി അതിൽ പടർത്താം. അപ്പം നമ്മുടെ ഐഡിയക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് മണി പ്ലാന്റ്സ്. എപ്പിറംനം ഔറം എന്നതാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം. നമ്മുടെ നാസ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളിൽ പെട്ടതാണ് ഈ ഒരു മണി പ്ലാന്റ്സ്. അപ്പോൾ എന്താണ് നാസ സർട്ടിഫൈ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്ന ഒരു പ്ലാന്റുകളാണ് ഈ മണി പ്ലാന്റുകൾ. അതായത് നമ്മുടെ എയറിൽ ഒത്തിരി ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ്, ഫോമാൽഡിഹൈഡ്, സൈലിൻ, ബെൻസിൻ എന്ന് വേണ്ട ഒത്തിരി നമുക്ക് പേരറിയാത്ത വരെയുള്ള കെമിക്കൽസുകൾ നമ്മുടെ എയറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മുടെ മണി പ്ലാന്റ്സുകൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻഡോറായും നമ്മുടെ ബെഡ്റൂമിലും നമുക്ക് ഓഫീസിൻ്റെ ടേബിൾ ടോപ്പായും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ് മണി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ്സിനെ നമുക്ക് പുതിയ ഒരു അടിപൊളി നമുക്ക് ട്രെല്ലീസൊക്കെ സെറ്റ് ചെയ്ത് പല പല ഷേപ്പുകളിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, എത്ര എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ ഒരു കുഞ്ഞ് സപ്പോർട്ട് തരാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയായിരുന്നു നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഈ മണി പ്ലാന്റ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ ട്രെല്ലീസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു പ്ലാന്റിനെയാണ് എനിക്ക് പുതുതായിട്ടുണ്ടാക്കുന്ന ട്രെല്ലീസിലൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ സെറ്റ് ചെയ്തതാണ്. ഇത് ആക്ച്വലി ട്രെല്ലീസ് ഒന്നുമല്ല, നമ്മുടെ ഗ്യാസ് വരുന്ന ആ ഒരു പൈപ്പ് പഴയത് കിടന്നതിൻ്റെ അടുത്ത് കയറൊക്കെ ചുറ്റി ഇത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത് പ്ലാന്റിൻ്റെ ഒത്തിരി വെയിറ്റൊക്കെ ആയപ്പോൾ ഇത് നേരെ നിൽക്കുന്നില്ല, കൈ വിട്ട് കഴിയുമ്പോൾ ഇത് ഇതുപോലെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ഒന്ന് പുതുതായിട്ട് ഒരു ട്രെല്ലീസൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ല എങ്കിൽ ഓൾറെഡി ഫ്രഷ് ആയിട്ടുള്ള നീളമുള്ള സ്റ്റെമ്മുകൾ എടുത്താലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ പുതിയ ഇതുപോലത്തെ നല്ല റൗണ്ട് ട്രെല്ലീസിലോ ഹേർഡ് ട്രെല്ലീസിലോ ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു പോട്ട് വേണം. അത് നമുക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കുലർ പോട്ട് എടുക്കാം, ഏത് പോട്ട് വേണമെങ്കിലും, ചെറിയ പോട്ട് എടുക്കാം, അതേപോലെ വലിയ പോട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടിൻ്റെ സൈസ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയറാണ്. അതായത് ഇതുപോലത്തെ വയർ കിട്ടും. ഇതിന് സ്റ്റീൽ വയറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റേ വയർ എന്ന് വിളിക്കും. ഇതൊരു സ്റ്റീൽ കമ്പി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് മീറ്റർ കണക്കിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് പ്ലാന്റ്സൊക്കെ പല പല രീതിക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഈ ഒരു വയർ കൊണ്ട് പറ്റും. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചണമാണ്. ചണം അല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ ചൂടിക്കയർ എടുക്കാം. ചൂടിക്കയറെന്നോ പൊച്ചം കയറെന്നോ ഒക്കെ പറയാം. കയർ വെച്ചിട്ടുള്ള ഒരു കട്ടിയില്ലാത്ത ചെറിയ കയറൊന്നുമില്ല, അതെടുക്കാം. നമുക്ക് ചുറ്റി കൊടുക്കാനായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചണം കിട്ടും. ഇതും നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് വാങ്ങാൻ കിട്ടും. ഇത് തന്നെ പല തിക്നെസ്സിലുള്ളതും കിട്ടും. ഇത് കൂടെ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും ഒക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റേ കമ്പി വാങ്ങിയില്ലേ, സ്റ്റേ വയറെന്ന് പറയുന്ന ഈ കമ്പി പല പല തിക്നെസ്സിൽ കിട്ടും. ഇത്ര തിക്നെസ് ഉള്ളതും ഇതിനും കുറച്ചുകൂടെ തിന്നായിട്ടുള്ളതും കുറച്ചുകൂടെ കട്ടിയുള്ളതും അങ്ങനെ പല സൈസുകളിൽ കിട്ടും. അപ്പോൾ അത് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഈ ഒരു സ്റ്റേ വയറിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര ലെങ്ത് വേണോ ആ ലെങ്തിനനുസരിച്ച് മുറിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഒരേ ലെങ്തിൽ 2 കമ്പിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ എൻ്റെ ഓൾറെഡി ആ ഒരു പ്ലാന്റ്സ് ഇരിക്കുന്നത് റെക്റ്റാങ്കുലർ പോട്ടിലായതുകൊണ്ട് ഞാൻ ഈ ഒരു റെക്റ്റാങ്കുലർ പോട്ട് എടുത്തു. അപ്പോൾ ഇതിൽ ഹോൾ ഇല്ലാത്ത പോട്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 ഹോൾസുകൾ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് 2 സൈഡിലുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന് ഈ ഒരു സൈഡിൽ കൂടെ കടത്തി ഇവിടെ ലോക്കാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പി വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം എൻ്റെ കുറച്ച് നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ 2 കമ്പി എടുക്കുന്നത്. അപ്പോൾ ഈ 2 കമ്പിയിൽ ഒന്ന് നമ്മളിതുപോലത്തെ ഈ ഹോളിൽ കൂടെ ഇതിനെ പുറത്തേക്ക് കടത്തി ഇവിടെ ഇതിനെ ലോക്ക് ചെയ്യണം. പിന്നെ നമുക്കിതുപോലെ ലോക്ക് ഇട്ട് കൊടുത്താൽ ഇത് അകത്തോട്ട് പിന്നെ വരത്തില്ല. അതേപോലെ ഇതിൻ്റെ മറ്റേ സൈഡ്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ
നമ്മൾ ഈ സൈഡിൽ കൂടെ കടത്തി അകത്താക്കി ലോക്കാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ലോക്കിട്ടൊരു റൗണ്ട് ഷേപ്പിൽ വെക്കാം. അതേപോലെ മറ്റേ കമ്പി നമുക്ക് ഇപ്പുറത്തെ ഹോളിൽ കൂടെ കയറ്റി മറ്റേ കമ്പിയും കൂടെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് മണ്ണിടാതിരുന്നാൽ ഇതിങ്ങനെ വീണ്ടും താഴോട്ട് നീണ്ടു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഇതുപോലെ കുറച്ച് നമുക്ക് ഓടിട്ട് കൊടുക്കാം. ഓടോ എന്തെങ്കിലും പീസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഞാൻ മൊത്തത്തിലെടുത്ത് ഇതിലോട്ട് വെക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് അടിയിൽ മാത്രം കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഏതെങ്കിലും പ്ലാന്റ് തുടങ്ങി ഇതുപോലുള്ള ലോങ് സ്റ്റെമ്മുകളുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് നമുക്കിതിൽ വെച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി സ്റ്റെമ്മ് വെക്കുകയാണെങ്കിൽ വളരെ തിക്കായിട്ട് നല്ല ഭംഗിയിലിരിക്കും. ഇത് ഞാൻ ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ച് വെച്ചാണ് ഇങ്ങനെ വളർത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കൊക്കോ പിറ്റും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഒരു പോട്ടി മിക്സാണ്. പിന്നെ പ്രത്യേകിച്ച് പൂക്കയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അടിവളങ്ങളോ എല്ലുപൊടിയോ അങ്ങനെയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ടിട്ട് നമുക്ക് മറ്റേ പ്ലാന്റിനെ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലോട്ട് ഇത് ചേർത്ത് ഈ ഒരു ചണം ഇങ്ങനെ കുറേശ്ശെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ചണം അല്ലെങ്കിൽ പൊച്ചൻ കയറായാലും മതി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചണം എടുത്തേക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്നേ ചുറ്റി കൊടുക്കാം. ചേർത്ത് ചുറ്റുമ്പോൾ നല്ല ബലത്തിനിരിക്കും. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. എല്ലാ സൈഡും ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം. അപ്പം എന്ത് ചെയ്യേണ്ട, നമ്മൾ ഇതിപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് ആ പ്ലാന്റിനെ ഇതിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ നമുക്കിതുപോലെ കട്ടിങ്സുകൾ നിറയെ വെച്ചിട്ടായാലും ഇതുപോലെ ഈ റൗണ്ട് ഉണ്ടാക്കി അതിലോട്ട് ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ആ ഒരു ആർച്ചിനെ നമ്മൾ ഇതിനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കിയെടുത്താലും നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കട്ടായി പോകും. കുറച്ച് പാർട്ടൊക്കെ ഇതുപോലെ കട്ടായി പോകും. അപ്പം നമ്മൾ വെക്കുമ്പോൾ നല്ല ഒരു ഉറപ്പുള്ള ട്രെല്ലീസൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മനപ്രയാസം ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എടുത്തിന് ഡയറക്റ്റ് അതിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനെ നമുക്ക് പതുക്കെ മണ്ണോടുകൂടി ഇളക്കി അതിൽ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി മണ്ണിന് നമുക്ക് കുറച്ച് കോരി ഇതിൻ്റെ ഈ ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതുപോലെ പൊട്ടിപ്പോയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് നട്ട് വെച്ച് കൊടുക്കുക. അത് അവിടെ ഇരുന്ന് പൊടിച്ച് ഇത് ഗ്യാപ്പുള്ള സ്ഥലം നോക്കി നട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങ് പൊടിച്ചോളും. നമ്മളിതുപോലെ ലോങ് ആയിട്ടുള്ള വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കും. വളരുന്ന വള്ളികളെയൊക്കെ ഇതിലോട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ഇതുപോലെ കുറേ വള്ളികളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുരുങ്ങിയിരിക്കുന്നതിനൊക്കെ നമ്മളൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഇതുപോലെ ആദ്യമേ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് നട്ടാൽ പിന്നെ പാടൊന്നുമില്ല. അല്ലാതെ നമ്മളിത് നട്ടിട്ട് പിന്നെ ഇതൊക്കെ മാറ്റിയെടുത്താൽ എങ്ങനെ ആയാലും പ്ലാന്റിന്
പ്രശ്നം വരും. ഇതുപോലെ തൈറാപ്പ് വെച്ച് നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം, ഇളകി പോകാതെ കെട്ടിയും കൊടുക്കാം. ഇതുപോലുള്ള സ്റ്റേ വയർ ഉപയോഗിച്ച് പല പല രീതിയിൽ നമുക്ക് പ്ലാന്റ്സുകളെ, ഇതുപോലെ ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകളെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ 1-2 വീഡിയോ നമുക്ക് ഇത് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ ഇപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു എൻജോയ് പോത്തോസിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വളരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിലോട്ട് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രസ് കൊടുത്തതിന് ഹാർട്ട് ഷേപ്പിലാണ്, അങ്ങനെ ആക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കാക്കാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് വേറൊരെണ്ണം കൂടെ കൊടുത്തിട്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യാം. അതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ പോത്തോസിനെ വളർത്തിയെടുക്കാം. ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാം. അതായത് ഇതൊരു പൈപ്പിൽ ഒരു ചൂടി ചുറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ നമുക്ക് പോത്തോസിനെ വളർത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ടെക്നിക്ക് അനുസരിച്ച് അങ്ങനെ വളർത്താം. അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ട് പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തും വെച്ചിട്ടുണ്ട്. കേട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായോ? എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഇതുപോലത്തെ സ്റ്റേ വയർ വെച്ച് നമുക്ക് പല പല രീതിയിൽ നമ്മുടെ വീടുകളിലുള്ള പ്ലാന്റ്സുകളെയൊക്കെ ഡെക്കർ ചെയ്തും അറേഞ്ച് ചെയ്തും ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങളുടെ കമൻറ്റ് അത് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി മീഡിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.